ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സമൂസയുടെ റെസിപ്പിയായിട്ട്. നല്ല ചീസി സമൂസയാണ്. നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ക്രീമി ആയിട്ടുള്ളൊരു സമൂസയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി നീളത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂട്ടി ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് കാബേജ്, ഒരു അര കപ്പ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഒക്കെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3/4 കുക്കായാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് വെന്ത് ഉടഞ്ഞ് പോകണ്ട. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇതൊരു 3/4 വേവോളം ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പരന്ന പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇനി ഞാനിതൊരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഒരു വൈറ്റ് സോസ് ആട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ചെറിയ പാനാണെങ്കിൽ ആ വെജിറ്റബിൾസൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു സോസ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലിൽ നിന്ന് അല്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ടോട്ടലായിട്ട് വന്നത് 1.5 കപ്പ് പാലോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മൈദ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് അളവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കും അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് അതിന് എരിവൊന്നും വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ലല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ എത്ര ഇടുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് ഈ നോമ്പിനൊക്കെ ഇല്ലാതെ മസാലകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഇതുപോലെ നല്ല അടിപൊളി ഒരു സമൂസ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. ഇനി നമുക്ക് ഒരു ഫില്ലിംഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വല്ലാതെ ചൂട് പോകുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് പോയാൽ മതി. ഇനി ഞാൻ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നില്ലേ ഇതെങ്ങനെയാണ് റോൾ ചെയ്തിട്ട് ഇതിൽ ഫില്ലിങ്ങൊക്കെ വെക്കുക എന്നുള്ളതൊക്കെ. എങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ മൈദ ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ആക്കിയിട്ട് അത് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇനി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ മസാലകളൊന്നും ഇട്ടിട്ടുള്ള ഒരു സ്നാക്സ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായ സമയത്ത് ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സമൂസ അവിടെ നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ അല്ലേ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത് അതുപോലെ അത്രക്കണ്ട് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്കൊന്ന് എണ്ണയൊന്നും കോരിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം വല്ലാതെ കൂട്ടി വെക്കും വേണ്ട, വല്ലാതെ ഫ്ലെയിം കുറച്ച് വെക്കും വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഞാൻ എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല അടിപൊളി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു സമൂസയുടെ റെസിപ്പിയാണ്. നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു സമൂസയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.